ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ അവസ്ഥയിൽ തന്നെ തുടർന്നാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം എന്തായി തീരും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഒന്നല്ല, ഒരുപാട് നഷ്ടപ്പെടലുകളിൻ്റെ ഒരു ചുരുളാണ് അഴിയുന്നത്. ഒരു കുടുംബം തന്നെ നഷ്ടപ്പെടുന്നുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ നഷ്ടപ്പെടുന്നുണ്ടാകാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടാകാം, കടം കയറാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ളൊരു പരിപാടി കാണിക്കുന്നുണ്ട്. പിന്നെയുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് കടം കയറിയാലും അതെങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് പണിയെടുത്ത് അത് എങ്ങനെയെങ്കിലും പുള്ളിയത് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയത് മാനേജ് ചെയ്യാൻ നോക്കും. പക്ഷേ വിചാരിച്ച പോലെ ജീവിതം കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വിചാരിച്ച പോലെ, കാരണം പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് കുറെ പ്ലാനിങ് ഉണ്ട് ജീവിതത്തിൽ, ഇന്നതുപോലെ അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ 1, 2, 3 അങ്ങനെയൊക്കെ എണ്ണി പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ആ പ്ലാനുകളൊക്കെ തെറ്റിപ്പോകുന്ന ഒരു സമയമായിരിക്കും ഈ അവസ്ഥയിൽ തന്നെ പോയാൽ. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു 30% ആളുകൾക്ക് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് പോലെയുള്ള എന്തെങ്കിലും ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു 30% ആളുകൾക്ക്. അങ്ങനെയുള്ള ഒരു പരിപാടികൾ കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടുന്നതിനെ ഒന്നും നോക്കിയിട്ടില്ല, വേണ്ടാത്തതിനെയൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെച്ചിട്ടുള്ള എനർജിയാണ്. വേണ്ടുന്നതൊന്നും നോക്കാതെ വേണ്ടാത്തതൊക്കെ എടുത്ത് വെക്കുകയും അതുമൂലം ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കാരണം സമാധാനമാണെന്ന് വിശ്വസിച്ച പല വ്യക്തികളുടെ കയ്യിൽ നിന്നും ഒരു മനസ്സമാധാനക്കുറവും അവരുടെ കയ്യിൽ നിന്ന് ഒരു ഉറക്കമില്ലായ്മയും ഒരു ടോട്ടലി അവർ തള്ളിപ്പറയുന്ന രീതിയും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. കാരണം പുതിയ ജീവിതങ്ങൾ, പുതിയ കാര്യങ്ങളെല്ലാം തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കും. പക്ഷേ അത് ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പറ്റത്തില്ല. ആ സമയത്ത് ഇവരുടെ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ, അതായത് ഇവർക്ക് ഇപ്പൊ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യം തുടങ്ങാനോ, അതല്ല ഇനിയിപ്പോ വേറെ ഏതെങ്കിലും പുതിയ രീതിയിലുള്ള ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനോ, അല്ലെങ്കിൽ മൊത്തത്തിൽ ജീവിതം പുതിയ രീതിയിലൊക്കെ ആക്കാനോ ഒക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതൊക്കെ ഇങ്ങനെ തട്ടിത്തെറിച്ചു പോകുന്ന രീതിയിലുള്ള പരിപാടികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുമൂലം ഉറക്കക്കുറവ്, ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ചാൻസ് ഇതേ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ വളരെയധികം ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അവർ ഏതൊക്കെ രീതിയിൽ അവരുടെ ജീവിതത്തിൽ മനസ്സമാധാനക്കേടും
എന്താ പറയുക, ഒരു ഡിപ്രഷൻ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായാലും അവരെങ്ങനെയെങ്കിലൊക്കെ അത് റിക്കവർ ചെയ്ത് വീണ്ടും 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 അത് മേക്കപ്പ് ചെയ്ത് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിപ്പടുത്താൻ നോക്കും. ഏതൊക്കെ രീതിയിൽ വീണു കഴിഞ്ഞാലും കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തിരിയും. പക്ഷെ ഇതൊന്നും പുറമെ അറിയിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അവരുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ ലോകം അറിയാനാണ് അവർക്ക് താല്പര്യം. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അവർ തോറ്റുപോയി, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ വന്നു, അവർ ചെയ്തത് അബദ്ധങ്ങളായിരുന്നു, അവർ വിശ്വസിച്ചിരുന്ന ആളുകൾ വഞ്ചിക്കുന്ന ആളുകളായിരുന്നു, അങ്ങനെയൊക്കെ പുറമേ അത് പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവരെ പല ആളുകളും പല രീതിയിൽ ഉപദേശിക്കാൻ നോക്കിയിട്ടുണ്ട്. പല രീതിയിലും പല പ്രവർത്തികളിൽ കൂടിയും ഇവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്തിരിയാതെയുള്ള നടത്തം ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും വരുന്ന ബുദ്ധിമുട്ടല് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എനർജി. നമുക്ക് നോക്കാം. കാരണം ഇത് ഇവരുടെ കാര്യത്തില് തീരുമാനം എടുക്കുന്നത് ഇപ്പം നമ്മളോ ആരും അല്ല. അത് ആരുടെയും കാര്യത്തിൽ അങ്ങനെയല്ല. എന്നാലും ഇവരുടെ ഒരു കാര്യത്തില് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ കാണിക്കുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഇടപെടൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ അവർക്ക് ചില പ്രാർത്ഥനകളും ചില കാര്യങ്ങളൊക്കെ ആരുടെയോ പ്രാർത്ഥനകളും ആരുടെയോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനകളും ആ കാര്യങ്ങളും നിലച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഇവർക്കൊരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരത് എങ്ങനെയെങ്കിലും പുതിയത് ഓടി നടന്ന് കണ്ടെത്താൻ നോക്കും. ഒരു ജീവിതം നഷ്ടപ്പെട്ടാൽ എങ്ങനെയെങ്കിലൊക്കെ അത് ഏതെങ്കിലും രീതിയിലൊക്കെ അതൊന്ന് പുതിയതായിട്ട് ആരംഭിക്കാനൊക്കെ നോക്കും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് അലയേണ്ടി വരും, ഒരുപാട് യാത്രകൾ നടത്തേണ്ടി വരും. അതായത് ചെറിയൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഒരു വലിയ രീതിയിലുള്ള ഈ വളഞ്ഞുള്ള മൂക്ക് പിടുത്തില്ലേ, അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ സെലക്ട് ചെയ്ത, അതായത് നിങ്ങളുടെ മച്ചമ്പി സെലക്ട് ചെയ്ത പല കാര്യങ്ങളും റോങ് ആയിരുന്നു. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു, തെറ്റായിട്ടുള്ള പരിപാടികളിൽ കൂടി പോയി. ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളെല്ലാം അത് ഓരോരോ അനുഭവങ്ങളിൽ കൂടി യൂണിവേഴ്സായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഫ്യൂച്ചറിൽ. അത് നമ്മൾക്ക് ആർക്കും തടയിടാൻ പറ്റത്തില്ല. അത് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുമരുന്ന് കൂടി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതും ഇപ്പോഴേ തിരുത്തി അങ്ങേ അറ്റം എത്താതെ നോക്കാൻ പറ്റും. പക്ഷെ അത് നിങ്ങളുടെ വ്യക്തി തന്നെ വിചാരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ നിങ്ങളുടെ വ്യക്തിനെ ചതിക്കുന്ന ഒരവസ്ഥയും അതിൽ നിന്ന് ഒരുപാട് വിഷമവും വേദനയും കൊണ്ട് ബുദ്ധിമുട്ടിലാകുന്ന ഒരവസ്ഥയും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ ഈ ഒരു സിറ്റുവേഷനിലോട്ടൊന്നും പോവാതെ നേരത്തെ തന്നെ ഒരു എന്താ പറയാ കരക്ക് കയറി നിൽക്കാൻ പറ്റും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ ഇതിലൊരു പോംവഴിയില്ല. അതിന് നിങ്ങളുടെ ആള് തന്നെ വിചാരിക്കണം. കാരണം മഴ വരുന്നുണ്ടെന്നേ കാണുമ്പോൾ തന്നെ കുട പിടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മഴ നനയും. ഇനിയിപ്പോൾ കൊടുങ്കാറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട പിടിച്ചിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും സംരക്ഷണം തരുന്ന
യാഥാർത്ഥ്യപരമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തോട്ട് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുടെ ഒരു കീഴിൽ നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കീഴിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ നിങ്ങളുടെ വ്യക്തിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് ഉറപ്പുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഒരു പരിധി വരെ പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും. അത് നമ്മളാരും അല്ല തീരുമാനിക്കുന്നത്, അത് യൂണിവേഴ്സാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.